എങ്ങനെയും തീർക്കണമെന്ന്. അച്ഛാ, നന്ദൻ എവിടേക്ക് തന്നെ അയച്ചേ? എവിടെയാണെന്ന് പറയാതിരിക്കാൻ മാത്രം അത്ര രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും അവനില്ല. അല്ല, നന്ദനും കെവിനും ഋഷിയെ കണ്ടിരുന്നു. ഹലോ, അങ്ങനെ സുഗമോ ദ്വീപിൽ ആ കേസിന് പിന്നാലെയാണ് എല്ലാവരും. നമ്മുടെ നന്ദൻ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ദേവിക സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, പ്രഭാതിയും സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്. നന്ദൻ ആരോടും പറയാതെ ഇത് എങ്ങോട്ട് പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പ്രഭാതി പറയുന്നുണ്ട്, അവൻ അങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് എന്താ പറയാതെ പോകാനുള്ള കാര്യമൊന്നുമില്ലല്ലോ, സ്ഥലമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. പിന്നീട് നമ്മുടെ പ്രഭാതി ഭാർഗവിയുടെ അടുത്ത് പറയുന്നുണ്ടേ, ഋഷീനെ കാണാനില്ലെങ്കിൽ നന്നായി പോയുള്ളൂ, അവനെ കൊല്ലണമെന്നും എന്റെ മനസ്സ് പലതവണ എന്നോട് പറഞ്ഞതാ എന്നൊക്കെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ നമ്മുടെ ഭാർഗവിയോട് പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പോലീസിന്റെ അടുത്തേക്ക് നമ്മുടെ നന്ദനും കെവിനും കൂടി വരികയാണ്. അപ്പൊ പോലീസ് കൃത്യമായിട്ട് ആ ഡേറ്റ് പറഞ്ഞിട്ട്, ഇന്ന ദിവസം ഇത്ര സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് രണ്ടുപേരോടും ചോദിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായിട്ട് നമ്മുടെ നന്ദനും കെവിനും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ ഞെട്ടൽ കണ്ടപ്പോ പോലീസ് ഇങ്ങനെ അവരിങ്ങനെ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടേ. എന്തായാലും ഇന്നത്തോടുകൂടെ നമ്മുടെ നന്ദന്റെയും കെവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് ഉറപ്പായി അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.